ഹായ് ഫ്രാൻസ്. ജർമ്മൻ കാർ ഇൻഡസ്ട്രി ഒരു കാലത്ത് റെക്കഗ്നൈസ് ചെയ്ത ലോകത്തിലെ എല്ലാ സ്ഥലത്തും അതിൻ്റെ ഹൈ ക്വാളിറ്റി ഇന്നോവേറ്റീവ് കമ്പഷൻ എഞ്ചിൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ കാർസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലും പണ്ട് കാലത്ത് ഈ BMW മെർസിഡീസ് ഒക്കെ ഓടിച്ചു കിടന്നാൽ ആൾക്കാർ അയാൾ വലിയൊരു പൈസക്കാരനാണ്, വലിയൊരു സ്റ്റേറ്റസ് സിമ്പിളുള്ള ആളാണ് കൺസിഡർ കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ ഈ എല്ലാവരും ടെസ്ല ഇതുപോലത്തുള്ള പുതിയ വെഹിക്കിൾസ് വന്നിട്ട് ഈ മെർസിഡീസിനും BMW മാർക്കറ്റിൽ വലിയ വാല്യൂ പഴയ പോലെ ഇല്ല. പിന്നെ അതല്ല, എൻറ്റയർ ജർമ്മൻ കാർ ഇൻഡസ്ട്രി സ്ട്രഗിൾ ചെയ്യാന്നാണ്. കാരണം ജർമ്മൻസ് പറയുന്നത് വെച്ചാൽ ഈ EV കാർസിന് പ്രോഫിറ്റബിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിന് ആയിരക്കണക്കിന് സ്പെയർ പാർട്ട് സപ്ലയേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ജർമ്മനിയിൽ ക്ലോസ് ചെയ്തു പോകും. ജർമ്മനിൻ്റെ വലിയ ഇൻഡസ്ട്രി തന്നെ കാർ ഇൻഡസ്ട്രിയാണ്. ഇപ്പം ജർമ്മൻ എക്കണോമി ആകെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വോൾസ് വേഗൻ പറയുന്ന അവർക്ക് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട് ജോബ് പ്രൊട്ടക്ഷൻ ആയിട്ട്. അവർ പറയുന്നത് ഗവൺമെൻറ്റോട് നിങ്ങളത് നീക്കിത്തരണം, നമുക്ക് ജോബ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയില്ല. എനിവേ, ജർമ്മൻ എക്കണോമി is struggling. That's what I want to say. Thank you.